കഴിഞ്ഞ ദിവസമാണ് നാടിനെ ഒന്നടങ്കം വിറപ്പിച്ച വയോധികയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവന്നത്. കടവന്ത്ര സ്വദേശിയായ സുഭദ്രയെ ആലപ്പുഴ കലവൂരിൽ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ അന്വേഷണ സംഘത്തിന്റെയും നാട്ടുകാരുടെയും സംശയം എത്തി നിൽക്കുന്നത് ദമ്പതികളായ ഷർമിളയുടെയും മാത്യൂസിന്റെയും അടുത്താണ്. ഇപ്പോഴിതാ മാത്യൂസിന്റെ കുടുംബം നിർണായക വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഷർമിളയും സുഭദ്രയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരുന്നുവെന്ന് മാത്യൂസിന്റെ കുടുംബം വെളിപ്പെടുത്തി. ഷർമിളയുടെയും മകന്റെയും വിവാഹത്തിൽ സുഭദ്രയുണ്ടായിരുന്നു. ആന്റി എന്ന് പറഞ്ഞാണ് ഷർമിള വയോധികയെ പരിചയപ്പെടുത്തിയത്. കടം വാങ്ങിയ പണം തിരികെ നൽകാത്തതിനാൽ ഇരുവരും തമ്മിൽ തർക്കങ്ങളുണ്ടായിട്ടുണ്ട്. ആ പണം തിരികെ ലഭിക്കാൻ സുഭദ്ര വീട്ടിലെത്തി പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നു. മാത്യൂസും ഷർമിളയും സ്ഥിരം മദ്യപിക്കാറുണ്ട്. ആലപ്പുഴയിൽ ഒരു കോൺവെന്റിന്റെ അനാഥാലയത്തിലാണ് ഷർമിള താമസിച്ചിരുന്നത്. നല്ല കുട്ടിയാണെന്ന് മാത്യൂസ് വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോയി കണ്ടു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വളരെ സ്നേഹത്തോടെ പെരുമാറിയ ഷർമിളയെ ഞങ്ങൾക്കെല്ലാം ഇഷ്ടമായി. അങ്ങനെയാണ് വിവാഹത്തിലേക്ക് കടന്നത്. എന്നാൽ വിവാഹശേഷമാണ് ഷർമിള മദ്യപിക്കാറുണ്ടെന്ന് മനസ്സിലായത്. മദ്യപിച്ച് മാത്യൂസിന്റെ അച്ഛനോട് പോലും ഷർമിള അസഭ്യം പറഞ്ഞിരുന്നു. ഇരുവരും സ്ഥിരം വഴക്കിടുമായിരുന്നു. അവരെ വീട്ടിൽ നിന്നിറക്കി വിട്ടതാണ്. ഒരിക്കൽ മാത്യൂസിന്റെ കയ്യിലെ 3 ഞരമ്പുകൾ വെട്ടേറ്റ് മുറിഞ്ഞിരുന്നു. അത് ഷർമിള ചെയ്തതാണെന്നാണ് ഞങ്ങൾ കരുതുന്നതെന്നും മാത്യൂസിന്റെ കുടുംബം വ്യക്തമാക്കി. അതേസമയം പ്രതികളെന്ന് സംശയിക്കുന്ന മാത്യൂസിനും ഷർമിളക്കും വേണ്ടി കടവന്ത്രയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും അന്വേഷണ സംഘം ഉടുപ്പിയിലെത്തി അന്വേഷണം നടത്തിവരികയാണ്. വയോധികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നാൽ മാത്രമേ തിരോധാനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. സുഭദ്ര കൊലക്കേസിൽ പോലീസ് തിരയുന്ന ഷർമിളയും നിതിനും മംഗലാപുരത്തേക്ക് കടന്നുവെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനയും. ഒടുവിലെത്തിയ ടവർ ലൊക്കേഷൻ മംഗലാപുരമാണ് കാണിക്കുന്നത്. അന്വേഷണ സംഘം മംഗലാപുരത്തെത്തിയിട്ടുണ്ട്. ചെറുപ്പത്തിലെ അനാഥയായ ഷർമിള മംഗളൂരുവിലെ അനാഥാലയത്തിലാണ് വളർന്നത്. പ്രായപൂർത്തിയായ ശേഷം പലയിടങ്ങളിൽ ജോലി ചെയ്തു. 8 വർഷം മുമ്പാണ് കൊച്ചിയിലെത്തിയത്. സുഭദ്ര പണം പലിശക്ക് നൽകിയിരുന്ന കടവന്ത്രയിലെ ലോഡ്ജിൽ ക്ലീനിംഗ് ജോലിക്കെത്തിയത് മുതലാണ് ഇരുവരും സൗഹൃദത്തിലാകുന്നത്. സുഭദ്രയ്ക്കൊപ്പം ഷർമിള താമസിച്ചിരുന്നതായും നാട്ടുകാർ പറയുന്നുണ്ട്. ലോഡ്ജ് നടത്തിപ്പുകാരുമായി സുഭദ്ര പിണങ്ങിയ ശേഷം അയൽവാസി മുഖേന ഷർമിളക്ക് കടവന്ത്രയിലെ കടയിൽ ജോലി സംഘടിപ്പിച്ചു നൽകി. കന്നഡ, തമിഴ്, മലയാളം, ഹിന്ദി ഭാഷകൾ വശമുള്ള ഷർമിളക്കൊപ്പം സുഭദ്ര ഉടുപ്പി ക്ഷേത്ര ദർശനം നടത്തിയതായും വിവരമുണ്ട്. ഷർമിള ട്രാൻസ്ജെൻഡർ ആണോ എന്ന സംശയം സുഭദ്രക്കുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ചോദിച്ചതിന്റെ പേരിൽ ഷർമിളയുമായി വഴക്കിടേണ്ടി വന്നിട്ടുണ്ടെന്നും സുഭദ്ര പറഞ്ഞതായി അയൽവാസി ഷീബ പറഞ്ഞു. 3 വർഷം മുമ്പായിരുന്നു നിതിനുമായി ഷർമിളയുടെ പ്രണയവിവാഹം. ഇതിനുശേഷം ഇവരെ സുഭദ്രക്കൊപ്പം കണ്ടിട്ടില്ലെന്ന് അയൽവാസികൾ പറഞ്ഞു.